മനുഷ്യന്മാരെയും മൃഗങ്ങളാണ് എന്ന് പറയാൻ, ഇവരൊന്നും മനുഷ്യരല്ലെന്ന് പറയാനാണോ ബുദ്ധി നൽകിയത്? അല്ല അല്ല. ബുദ്ധിയുള്ള കുറെ ആളുകളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ബുദ്ധിയുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ബുദ്ധിമാന്മാരുടെ ജീവിതം നോക്കുക. അവരെന്ത് ചെയ്തു, അവരെന്ത് പറഞ്ഞു, അവരെന്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. വലിയ സാഹിത്യകാരന്മാർ, വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ, വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കള്, നോവലിസ്റ്റുകള്, കഥാകാരന്മാര്, സിനിമാക്കാര് ഒക്കെ അവരൊക്കെ ബുദ്ധിയുള്ളവരായിരുന്നു. ശരി, ആ ബുദ്ധിയുടെ ഗുണം ഏതുവരെയാണ്? ആ ബുദ്ധിയുടെ ഗുണം ഏറി വന്ന മരണം വരെയാണ്. ഇന്നലത്തെ പത്രം എന്തിനാ ഉപയോഗിക്കുന്നത്? കുട്ടികളുടെ കാഷ്ടം കോരാൻ, സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ. നമ്മള് ഹോട്ടലിൽ നിന്ന് കഴിച്ച കൈ കഴുകിയ വെള്ളം തുടക്കാൻ അല്ലേ? അങ്ങനെയല്ലേ? ആണ്. ആ പത്രത്തിൽ എഴുതുന്ന വലിയ ആൾക്കാരാണ്. ഒരു പുസ്തകം എത്ര പ്രാവശ്യം വായിക്കും? ഒരു പ്രാവശ്യം, ഏറിയ 2-3 പ്രാവശ്യം അല്ലേ? നിവൃത്തികേട് കൊണ്ടാണ് നമ്മളെ കുട്ടികൾ പാഠപുസ്തകങ്ങൾ കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ ബുദ്ധിയുള്ളവന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം നമ്മൾ ഇതൊക്കെ വായിക്കും? കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിനൊന്നുമല്ല യഥാർത്ഥത്തിൽ ബുദ്ധി. ഖുർആനിലേക്ക് കടക്കുക, സുന്നത്തിലേക്ക് കടക്കുക. എന്റെ മകൻ വലിയ ബുദ്ധിയുള്ളവനാണ്, മകള് മഹാസ്മാർട്ടാണ്, സൂപ്പർ ബുദ്ധിയാണ്, എന്ത് ചോദ്യത്തിനും മറുപടിയാണ്, ആരോടും കയറി അറ്റാക്ക് ചെയ്യും, നല്ല സംസാരമാണ്, എല്ലാത്തിലും ഫസ്റ്റ് റാങ്കാണ്, ക്ലാസ്സാണ്, ഡിസ്റ്റിങ്ഷനാണ്, എ ഗ്രേഡാണ് എന്നൊക്കെ നമ്മൾ ബഡായി പറയും. നല്ലതാണ്, നല്ല ബുദ്ധി ഉണ്ടാകൽ നല്ലതാണ്. ബഡായി പറയൽ മോശവുമാണ്, അഹങ്കാരം മോശമാണ്. അൽഹാഖുമുത് തകാസുർ, പെരുമ നടിക്കൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, മരണം വരെ, ഖബറുകൾ സന്ദർശിക്കും വരെ നിങ്ങൾക്ക് ശ്രദ്ധയില്ലാതായിരിക്കുകയാണ്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മുതലുകളോ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമാകരുത്. പെണ്ണുങ്ങളെ എന്താണ് 5 നേരം പള്ളിയിൽ പോകാത്തത്? മക്കളുണ്ട്, വീടുണ്ട്, തേങ്ങണ്ട്, മാങ്ങണ്ട് അല്ലേ? ആണ്. തടസ്സമല്ല, താങ്ങാകണം. പൈസ ഉണ്ടോ? ഓട്ടോറിക്ഷ എടുത്തിട്ട് പള്ളിയിൽ 5 നേരം പോകാനാണ് തോന്നേണ്ടത്. മക്കളുണ്ടെങ്കിൽ മക്കളെയും കൂട്ടി പോകാനാണ് തോന്നേണ്ടത്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. അപ്പോൾ പടച്ച തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്ദേശം, ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? ആരാണ് ബുദ്ധിയുള്ളത്? ഭാര്യ ബുദ്ധിയുള്ളവരാണോ? ഭാര്യ ബുദ്ധിയുള്ളവളാണോ? ഭർത്താവ് ബുദ്ധിയുള്ളവനാണോ? മക്കൾ ബുദ്ധിയുള്ളവരാണോ? നമ്മളെ ചങ്ങാതിമാര് ബുദ്ധിയുള്ളവരാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ അഖിയസുൻ നാസി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവർ? അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റൻ, അവരിൽ ഏറ്റവും കൂടുതലായി മരണത്തെ ഓർക്കുന്നവർ. വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, അവരിൽ മരണശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവർ. അവരാണ് ബുദ്ധിയുള്ളവന്മാർ. ഇനി പറയൂ, ഡിസ്റ്റിങ്ഷൻ കിട്ടിയ, എ ഗ്രേഡ് കിട്ടിയ, റാങ്ക് കിട്ടിയ നമ്മുടെ മകൻ മകൾ ബുദ്ധിയുള്ളവരോ? 1 മിനിറ്റ് കൊണ്ട് 50,000 ഉണ്ടാക്കുന്ന, ലക്ഷമുണ്ടാക്കുന്ന നമ്മൾ ബുദ്ധിയുള്ളവരോ? പണം കൊണ്ട് കളിക്കുന്ന, ബുദ്ധി കൊണ്ട് കളിക്കുന്ന, നാവ് കൊണ്ട് കളിക്കുന്ന, പണമുണ്ടാക്കാനും പെരുമയുണ്ടാക്കാനും വീട് വാങ്ങാനും വണ്ടി വാങ്ങാനും ഒക്കെ സാധിക്കുന്ന നമ്മൾ ബുദ്ധിയുള്ളവരാണോ? MBBS കിട്ടിയ, എഞ്ചിനീയറിംഗിന് കിട്ടിയ എൻട്രൻസിൽ 1000ന്റെ താഴെ റാങ്കിൽ വന്ന നമ്മുടെ മക്കൾ ബുദ്ധിയുള്ളവരാണോ?
IT രംഗത്ത് വലിയ ഉദ്യോഗം വഹിച്ച് ദിവസം 1 ലക്ഷം ഉറുപ്പിക സമ്പാദിക്കുന്ന നമ്മുടെ മകൻ ബുദ്ധിയുള്ളവനാണ്? ആരാണ് ബുദ്ധിമാൻ? ആരാണ് വളഞ്ഞോൻ? ആരാണ് സമർത്ഥൻ? ആരാണ് വളഞ്ഞോള്? ഒന്ന് പറഞ്ഞ അപ്പ തന്നെ മനസ്സിലാവുന്ന, ഒരു വാക്ക് കേട്ടാ ശരിക്കും മനസ്സിലാകുന്ന, ഒരു വാചകം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്ന നമ്മുടെ സമർത്ഥന്മാരായ ആണുങ്ങളെ, പെണ്ണുങ്ങളെ നമുക്ക് ബുദ്ധിയുണ്ടോ, വിവേകമുണ്ടോ, തന്റെ ഇടമുണ്ടോ? എന്താണ് വിവേകത്തിന്റെ ലക്ഷണം? വിവേകത്തിന്റെ ലക്ഷണം ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കലാണ്. ആരുടെ മരണത്തെ ഓർക്കല്? ആരുടെ മരണത്തെ ഓർക്കല്? ആരാന്റെ മരണത്തെ ഓർക്കലാണോ? ഓ, അയാൾ മരിച്ചല്ലോ, ഇന്നലെ വരെ കണ്ടതാ, ഇന്ന് രാവിലെ ഒന്നിച്ച് പിരിഞ്ഞതാ, ഓളെ ഞാൻ അപ്പുറത്ത് നേരത്തെ കണ്ടതാണല്ലോ, ഓള് മരിച്ചോ, ഓള് മരിച്ചോ. അതല്ല, ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിച്ചാൽ എന്താവും, എന്റെ കുട്ടികൾ എന്താവും ആണോ? ഭാര്യ എന്താകുമെന്നാണോ? ഭർത്താവും എന്താകുമെന്നാണോ? ഞാൻ മരിച്ച എന്റെ വാപ്പിമ്മി എന്താ ചെയ്യാ എന്നാണോ? അല്ല. ഞാൻ മരിച്ച പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയായി ഞാൻ മരിച്ച പള്ളിക്കമ്മിറ്റി എന്താകുമെന്നാണോ? കോളേജ് എന്താകുമെന്നാണോ? അതൊന്നുമല്ല. രാഷ്ട്രീയം എന്താകുമെന്നാണോ? രാഷ്ട്രം എന്താകുമെന്നാണോ? അല്ല. പിന്നെ ഞാൻ മരിച്ച ഞാൻ എന്താകും? അവനവന്റെ മരണശേഷം അവനവന്റെ ഗതി എന്താണ്, സ്ഥിതി എന്താണ്? ഡ്രസ്സ് ധരിച്ച്, വസ്ത്രം ധരിച്ച്, ഭക്ഷണം കഴിച്ച്, വെള്ളം കുടിച്ച്, ഭൂമിയുടെ പുറപ്പുറത്ത് കയറി അമർത്തിച്ച വിട്ടി കടന്നു പോകുന്ന, വണ്ടിയിൽ പോകുന്ന, നടന്നു പോകുന്ന, ഓടിപ്പോകുന്ന സമയമില്ലാത്ത മനുഷ്യ, നമ്മുടെ മരണശേഷം എന്താണ്? ആ ഡ്രസ്സ് മാറ്റുന്ന രംഗം അലക്കി വെളുപ്പിച്ച് വെണ്മയാക്കി തേച്ച് അലമാരയിൽ വെച്ച ഡ്രസ്സ് എടുത്ത് സ്വയം അണിയുന്ന നമ്മളെ കിടത്തിയിട്ട് കുളിപ്പിച്ചിട്ട്, കുളിപ്പിക്കുന്ന നമ്മളെ കുളിപ്പിച്ചിട്ട്, കൈകാലുകൾ അനങ്ങാതെ സോപ്പ് തേച്ചിട്ട്, താളി തേച്ചിട്ട്, വരച്ച് കഴുകിയിട്ട്, ചുടുവെള്ളം കൊണ്ട് കഴുകിയിട്ട് കഫൻ പുടവ അണിയിക്കുന്ന രംഗം. നമ്മളെ സാധാരണ 4 ചക്രമുള്ള കാറിന് പകരം 6 കാലുള്ള ഒരു അന്തിമ വാഹനത്തിൽ, അവസാനത്തെ വാഹനത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന രംഗം. മാറി മാറി ആളുകൾ താങ്ങിക്കൊടുന്ന രംഗം. ഒന്നും മിണ്ടാതെ, ഒന്നും മിണ്ടാതെ ഒരു പുരുഷാരം മുന്നിലും പിന്നിലുമായി കടന്നു പോകുന്ന രംഗം. സാധാരണ കുടിയിരിക്കലിന്, അനാവശ്യമായി നമ്മൾ ഉണ്ടാക്കുന്ന കുടിയിരിക്കലിന് ആളുകളെമ്പാടും ഉണ്ടായിരുന്നു, കൂട്ടക്കാരും കുടുംബക്കാരും ഉണ്ടായിരുന്നു, എല്ലാവരും സന്തോഷിക്കുകയായിരുന്നു. വളഞ്ഞവന്മാർ കാലിയായ വീടുണ്ടാക്കിയിട്ട് നിങ്ങളെ ക്ഷണിക്കും. കുബുദ്ധികൾ കാലിയായ വീടുണ്ടാക്കിയിട്ട് നിങ്ങളെ കുടിയിരിക്കലിന് ക്ഷണിക്കും. എന്നുവെച്ചാൽ ഫർണിച്ചർ നിങ്ങൾ കൊണ്ടുവരണം, കസേരയും മേശയും ഡൈനിങ് ടേബിളും ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം, ടേബിൾ ഫാനും സീലിംഗ് ഫാനും ക്ലോക്കും ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്നതാണ് കുബുദ്ധിക്കാരുടെ കുടിയിരിക്കൽ. എന്നാൽ ഇതാ ഒരു പുതിയ കുടിയിരിക്കൽ, അവസാനത്തെ കുടിയിരിക്കൽ. ഖബറിൽ നമ്മളെ ഒറ്റക്ക് 1 ഏക്കർ വീതിയുള്ള വലിപ്പമുള്ള റൂമുണ്ടാക്കാൻ വിചാരിക്കുന്ന പൊട്ടന്മാരെ നമ്മൾ. തിരക്ക് നല്ല വീതിയുള്ള റൂമാകണം, ചുമരുകൾ അകന്നു നിൽക്കണം, വായുസഞ്ചാരം എന്നാണ് പേര്. എന്നിട്ട് വലിയ റൂമുണ്ടാക്കുക, ആ റൂമിന്റെ നടുവിൽ കട്ടിലിടുക, വലിയ വീടുണ്ടാക്കുക, ആ വീടിന്റെ കുറേ അപ്പുറത്ത് മതിൽ കുത്തുക. എന്താ? നമുക്ക് അറ്റാക്ക് വന്നാൽ അയലോക്കക്കാർ അറിയാൻ പാടില്ല. നമുക്ക് അറ്റാക്ക് വന്നാൽ അയലോക്കക്കാർ അറിയാൻ പാടില്ല. അതിനെന്ത് ചെയ്യാം? കുറേ സ്ഥലം വാങ്ങാം, ആ സ്ഥലത്തിന്റെ അങ്ങേയറ്റത്ത് മതിൽ കുത്തുക. ആർത്ത് നിലവിളിച്ചാലും, കള്ളം വന്നാലും, ആരെങ്കിലും കൊന്നാലും അയൽവാസികൾ അറിയാൻ പാടില്ല. ഇങ്ങനെ ഒക്കെ അകറ്റിക്കഴിഞ്ഞ മനുഷ്യനെ അടുപ്പിക്കുന്ന മണ്ണ് ഞെക്കി ഞെരുക്കി വീർത്ത ആ ശരീരത്തെ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഈ മരണത്തെപ്പറ്റി ഓർക്കാൻ നമ്മൾ മരിച്ചാൽ നമ്മളെന്താകും? അതാണ് ബുദ്ധി. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളിൽ ആരാ ബുദ്ധിയുള്ളവന്മാർ? ഇനി മിണ്ടിപ്പോകരുത്. നമ്മൾ ബുദ്ധിയുള്ളവളാണ് എൻ്റെ കുട്ടി എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നതാ. കാരണം അവരാരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മരിച്ചാൽ എന്താകും? മരണത്തോടുകൂടി അമലുകളും ഇബാദത്തുകളും